എൻ്റെ ദർശ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പഠനം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും എനിക്ക് 2 വർഷം ശേഷം വീണ്ടും പോകണം എന്നുള്ള മനസ്സ് വന്നപ്പോൾ വീണ്ടും അതിലേക്ക് എത്തി അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖിന് ഒരു കാരണക്കാരാണ് ജാഫർ ഉസ്താദ്. മൂപ്പർ പുതിയ വീട്ടിലേക്ക് ഞാൻ വന്നാണ്. ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി മൂപ്പര കുട്ടിയാണ് കേട്ടോ. അങ്ങനെ കുട്ടിയോടൊക്കെ സംസാരിച്ച് ഞാൻ മിഠായി വാങ്ങിയിട്ടില്ല. ഞാൻ പീടിയെ പോയി പെട്ടെന്ന് മിഠായി വാങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ നല്ല ഉണ്ണിയപ്പും ജ്യൂസും വന്നിട്ടോ, മാങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നതിനിടെ മക്കൾസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ജാഫർ ഉസ്താദിന്റെ മോളാണിത്. മോൾ ഇങ്ങനെ തമാശകൾ ചോദിക്കുന്നതിന് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞത്. ഇതാണ് ജാഫർ ഉസ്താദ് കേട്ടോ. ഉപ്പ ഉമ്മ പാട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം പാട്ട് പാടിയ നമ്മൾക്ക് സമ്മാനം കൊടുത്ത് ഞങ്ങൾ നേരെ വിട്ടിട്ട് കോഴിക്കോട് എന്താ ട്രാഫിക്, തൊണ്ടയാടും പുതുസ്റ്റാൻഡൊക്കെ ഭയങ്കര ട്രാഫിക്. യൂട്ടേൺ അടിച്ച് ഞങ്ങൾ ആ കുഴങ്ങിട്ടോ. അങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ കയറി നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ പൂങ്കാവനം ബുക്ക് സ്റ്റാളിൽ പോയിട്ടോ. അവിടെ പോയതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് കുറച്ച് ബുക്സ് എടുക്കാണ്. ജാഫർ ഉസ്താദിന് ഒരു സ്കീമുണ്ട്. ആ സ്കീമിൽ 4000 രൂപയുടെ ബുക്ക് വരെ ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റും. ഉസ്താദ് ഏറെക്കുറെ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുക്സ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഒരിക്കലും പൂങ്കാവനത്ത് പോയി നമുക്ക് ബുക്ക് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഷോപ്പിലുള്ള ബുക്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടോ. അതിന്റെ ആളുവടല്ലേ ഷോപ്പിന്, മൂപ്പര് നമ്മോട് എടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കി ഏറെക്കുറെ ബുക്ക് എടുത്ത് വെച്ച് മൂപ്പര് വന്ന് അങ്ങനെ ഷോപ്പിൽ ലത്തീഫ്ക്ക് വന്ന് ബില്ലാക്കി പാക്കൊക്കെ ഞങ്ങൾ അവിടെ നേരെ വിട്ട് എണ്ണ അടിച്ച് നേരെ ഹോട്ടലിൽ കുറ്റിക്കാട്ടിൽ കയറിയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബിരിയാണി കേട്ടോ, എടുത്ത് പറയണം. അങ്ങനെ ഫുഡ് കഴിച്ച് റാഹത്തായി അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ട് വീട്ടിലേക്ക് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ജാഫർ ഉസ്താദിന്റെ മക്കളോടൊക്കെ ബൈ പറഞ്ഞു. മനോഹരമായ ദിവസം, മനോഹരമായ കാഴ്ച അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം.